ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ശിശിരനിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. ഇനിയൊന്നു പാടൂ ഹൃദയമേ. അലസമനോജ്ഞമവൾ വരുമ്പോൾ വെള്ളിക്കൊലുസുകൾ പാടുകയായി, തങ്കവളകൾ ചിരിക്കുകയായി. അലസമനോജ്ഞമവൾ വരുമ്പോൾ വെള്ളിക്കൊലുസുകൾ പാടുകയായി, തങ്കവളകൾ ചിരിക്കുകയായി. പിന്നിയ ചുരുൾമുടി കാണുകയും അരിമുല്ല പൂക്കുകയായി, എന്റെ അരിമുല്ല പൂക്കുകയായി. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ശിശിരനിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. ഇനിയൊന്നു പാടൂ ഹൃദയമേ. ഒരു വേലിയേറ്റത്തിലൻ ഹൃദയം വെള്ളിത്തിരകളിലാടുകയായി, തപ്പും തുടിയുമായി പാടുകയായി. ഒരു വേലിയേറ്റത്തിലൻ ഹൃദയം വെള്ളിത്തിരകളിലാടുകയായി, തപ്പും തുടിയുമായി പാടുകയായി. പുളകിതയാമിനി മലരങ്കണത്തിലൻ കുയിലുകൾ പാടുകയായി, എന്റെ കുയിലുകൾ പാടുകയായി. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ശിശിരനിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. ഇനിയൊന്നു പാടൂ ഹൃദയമേ. ബസ് പോയിട്ടില്ല. അയ്യോ, ഒരു കാര്യം മറന്നു. എന്താ രമേശേട്ടാ? ഞാൻ പോയിരുന്നുണ്ടാ. എന്താണെന്ന് പറയൂന്നേ. ഞാൻ ആ സ്വെറ്റർ മടക്കി കട്ടിൽ വെച്ചിരുന്നു, മറന്നു. സ്വെറ്ററോ? ഞാൻ എന്താ കാശ്മീരിലേക്ക് പോണേ? നിനക്കറിയില്ല, തിരുനെല്ലിയിൽ നല്ല തണുപ്പായിരിക്കും. മോളിറങ്ങി, ഞാൻ പറഞ്ഞെത്താം. മോൾ അവിടെ ഇരിക്കും, എനിക്ക് സ്വെറ്റർ ഒന്നും വേണ്ട. ലേക്ക് പറയുന്നത് കേൾക്ക്. ചുമ്മാ രമേശേട്ടാ. ദേ ബസ് വരുന്നു. അയ്യോ, ഇത്ര പെട്ടെന്നോ? ദേ നേരത്തിന് വീട്ടിലൊന്നും എല്ലാം കഴിക്കണം കേട്ടോ. ഓ പിന്നെ ഞാൻ തിരുനെല്ലിന്ന് വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ? ഒന്നും കൊണ്ടുവരണ്ട, നീ വേഗം ഇനി വന്നാ മതി. ആളുടെ കമ്പി പിടിച്ചോ. ലേറ്റായി പോയി. ടീച്ചറുടെ കൂടെ ചെല്ലണേ. ജാക്ക് ആൻഡ് ജിൽ went up the hill to fetch a pail of water. Jack fell down and broke his crown. ടീച്ചർ, ഇപ്പൊ വന്നേ ഉള്ളൂ അല്ലേ? കുട്ടികളെ കൃത്യനിഷ്ഠ പഠിപ്പിക്കേണ്ട രക്ഷിതാക്കൾ തന്നെ ഇങ്ങനെ വൈകിയാൽ എന്ത് ചെയ്യും? ടീച്ചർ, ഒരു സീരിയസ് പ്രശ്നമുണ്ട്. എന്താ? ഇപ്പൊ ഒരു പുതിയ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കണ്ടു. അതെ, ഇന്ന് വന്നതാ. ഒരു ടെസ്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പറഞ്ഞതാ. എഫിഷ്യന്റ് ആണെന്ന് തോന്നി അപ്പോയിന്റ് ചെയ്യും. അത് വേണ്ട ടീച്ചറെ. ഞാനിത് പറയുന്നത് ശരിയല്ല, പറയാതിരിക്കുന്നത് ദ്രോഹമാണ് താനും.
നമ്മുടെ കുട്ടികളെ നല്ലത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ടീച്ചർ. എന്തു പറ്റി രമേശൻ നായരെ? അത് ആ കുട്ടിയുടെ ഫുൾ ഹിസ്റ്ററി എനിക്കറിയാം. ഒരിക്കൽ ആ കുട്ടിയെ ഹോട്ടലിൽ വെച്ച് പോലീസ് റെയ്ഡ് ചെയ്തപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ ഇവിടെ വേണോ ടീച്ചറെ? നേരാണോ ഇത്? നേര്. നമുക്ക് നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാമെങ്കിൽ 100% നേര്. എന്തുമാത്രം കഷ്ടപ്പെട്ട് ഇട്ട് കൊടുത്തൊരു കടയായത്. ഇവനൊന്നും നേരെ ആവില്ലെന്നേ. കഷ്ടായി പോയി. ഇവന് വേണ്ടിയൊന്നും ബുദ്ധിമുട്ടിയിട്ട് ഒരു കാര്യമില്ല. രമേശേട്ട ഒപ്പിച്ചു കൊടുത്ത ബാങ്ക് ലോണായി കിടക്കുന്നത്. മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ തന്നെ. ഇന്നലെ രാത്രി വന്ന ദാസൻ കടയും തല്ലി പൊളിച്ചിട്ട് നാട് വിട്ടെന്നാ കേൾവി. ആര് പറഞ്ഞു? ആരോ അന്തരീക്ഷത്തിൽ നിന്നും ആന്റിനെ വെച്ച് പിടിച്ചെടുത്തതാ. കഷ്ടായിപ്പോയി. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ആ ബാധ ഒഴിഞ്ഞു പോയല്ലോ. അങ്ങനെയൊന്നും പറയരുത് ബാല. ദാസൻ നല്ലവനായിരുന്നു. ഇവിടെ എന്താ വേണ്ടേ? ഒരു കച്ചവടക്കാരൻ എപ്പോഴും ലാഭത്തെ പറ്റി ചിന്തിക്കും. എന്റെ ബിസിനസ്സിൽ എന്ത് കിട്ടിയാവോ? ഹെഡ് മിസ്സസ് പറഞ്ഞു താങ്കൾ ഈ നാട്ടിലെ വലിയൊരു മഹാനാണെന്ന്. എനിക്കും അത് ബോധ്യമായതാണല്ലോ. 2 മഹത്തായ കാര്യങ്ങളല്ലേ താങ്കൾ എനിക്ക് ചെയ്തു തന്നത്. സാധനങ്ങൾ വാങ്ങാൻ വന്നാണെങ്കിൽ വാങ്ങാൻ പോകാം. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? എന്റെ കാര്യങ്ങൾ നിങ്ങളല്ലേ ഇപ്പൊ തീരുമാനിക്കുന്നത്. കൊച്ചെ, ഇവിടെ കച്ചവടത്തിന്റെ തിരക്കാ. എനിക്ക് തിരക്കില്ല, കാത്തു നിക്കാം. എന്ത് കാര്യത്തിന്? ദേ, ഞാൻ അവിടെ ഉണ്ട്. കട പൂട്ടുന്നവരെ നിക്കാം. എനിക്ക് കുട്ടിയോടൊന്നും പറയാനില്ല. വെറുതെ എന്നെ എന്തിനു കാത്തു നിൽക്കണം? ഈ ജന്മത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. സമൂഹത്തിലെ തിന്മകളെ ഞാൻ എന്നും എതിർത്ത് പോന്നിട്ടുണ്ട്. അവിടെ ഞാൻ ആരുടെ മുഖം നോക്കാറില്ല. നോക്കാൻ നിങ്ങൾക്ക് കാഴ്ചശക്തി ഉണ്ടായിട്ട് വേണ്ടേ? കുരുടനാണ് നിങ്ങൾ. തിമിരം ബാധിച്ച 2 കണ്ണുകളാണ് ദൈവം നിങ്ങൾക്ക് തന്നത്. എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് വലിയൊരു വിജയിയെ പോലെ നിങ്ങൾ പോയി. ദിവസം മുഴുവൻ കോടതി മുറ്റത്തെ വെയിലിൽ കണ്ണീരോടെ ഞാൻ നിന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായപ്പോ കോടതി എന്നെ വെറുതെ വിട്ടു. പക്ഷെ നിങ്ങൾ വിട്ടില്ല. ഞാൻ വൃത്തികെട്ടൊരു പെണ്ണാണെന്ന് നാട്ടുകാർ മുഴുവൻ അറിയുന്നത് അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വെച്ച് അത് വിളിച്ചു കൂവിയപ്പോഴാണ്. കോടതിക്ക് ചിലപ്പോഴൊക്കെ തെറ്റുപറ്റാറുണ്ട്. ഹേ മനുഷ്യ, ഒരു ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ എന്നെ ഹോട്ടലിൽ വിളിച്ചോണ്ട് പോയതാ. ചേച്ചി, നമുക്ക് പോവാം. നേരെ ഒത്തിരി വൈകി. നീയൊന്ന് അടങ്ങിയിരിക്കെ. അങ്ങേരിപ്പം വരും. ജോസഫേട്ടൻ പല തിരക്കുള്ള ആളാ. എങ്കിൽ നമുക്ക് നാളെ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണാം. വീട്ടിൽ ആരും ചെല്ലുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഞാൻ ഏറെ നിർബന്ധിച്ചിട്ടാ നിനക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചത്. കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്. എന്നാലും ചേച്ചി, ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു ലോഡ്ജിൽ ഇത്രയും വൈകിട്ട് വീട്ടിൽ എങ്ങനെ കയറി ചെല്ലും? നമുക്ക് പോവാൻ ചേച്ചി. വന്നുന്നാ തോന്നേ. വരൂ വരൂ. ഞാൻ ഇത്തിരി വൈകി. ഇതാണോ കുട്ടി? അതെ, അവള് പേടിച്ചിരിക്കുക. രാത്രിയായെന്നും പറഞ്ഞ്. പാവം കൊച്ചാ. ജോസഫേട്ട എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണം. നമുക്ക് ശരിയാക്കാം. അന്നാമ്മ പറയുമ്പോ എങ്ങനെയാ തട്ടിക്കളയുന്നത്? കുട്ടി അതുവരെ പഠിച്ചു? BA കഴിഞ്ഞു. ഈ കാലത്ത് അതൊന്നും വലിയ പഠിപ്പല്ല. പോലീസുകാർക്കും വക്കീലിനും ജഡ്ജിക്കും ഒക്കെ അറിയാം സത്യം. പക്ഷേ ദയവേത് ഒരു ജോലി ചെയ്ത് ജീവിക്കാനെങ്കിലും എന്നെ അനുവദിക്കണം.